വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയായി മാറിയ നടിയാണ് മമിത ബൈജു. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം. ഇപ്പോൾ ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരിക്കുന്ന പ്രേമലുവിലെ നായികയായി തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് മമിത. ഒടുവിലെ റിപ്പോർട്ടുകൾ പ്രകാരം പ്രേമലുവിൻ്റെ കളക്ഷൻ 70 കോടി കടന്നിരിക്കുകയാണ്. ഇതിനിടെ സൂര്യയ്ക്കൊപ്പം തമിഴിൽ അഭിനയിക്കാനുള്ള അവസരവും മമിതയെ തേടിയെത്തിയിരുന്നു. എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും മമിത പിന്നീട് പിന്മാറുകയായിരുന്നു. സൂര്യയെ നായകനാക്കി ബാല സംവിധാനം ചെയ്യാനിരുന്ന വണങ്കാൻ എന്ന ചിത്രത്തിലായിരുന്നു മമിത അഭിനയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ സിനിമയിൽ നിന്നും സൂര്യ പിന്മാറി. പിന്നാലെ തന്നെ മമിതയും പിന്മാറുകയായിരുന്നു. 40 ദിവസങ്ങളോളം ഷൂട്ട് ചെയ്ത സിനിമയുടെ ചിത്രീകരണം വീണ്ടും ആദ്യം മുതൽ ആരംഭിക്കേണ്ടി വന്നതോടെയാണ് മമിത പിന്മാറിയത്. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ ചിത്രീകരണ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന മമിതയുടെ വാക്കുകളാണ് വൈറലാകുന്നത്. ഷൂട്ടിങ്ങിനിടെ സംവിധായകൻ ബാല തന്നെ തല്ലുകയും ചീത്ത പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മമിത പറയുന്നത്. അതേസമയം താൻ മുന്നേ കമ്മിറ്റ് ചെയ്ത സിനിമകളുടെ ഡേറ്റുമായി വണങ്ങാൻ്റെ ഡേറ്റുകൾ ക്ലാഷ് ആയതോടെയാണ് ചിത്രം ഉപേക്ഷിച്ചതെന്നാണ് മമിത പറഞ്ഞത്. ചിത്രത്തിൽ സൂര്യയ്ക്കൊപ്പം മമിതയ്ക്ക് കോമ്പിനേഷൻ സീനുകളും ഉണ്ടായിരുന്നു. മമിതയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വില്ലടിച്ചാം പാട്ട് എന്നൊരു സംഭവമുണ്ട്. അതിൽ ഈ പരിപാടി ഞാൻ നേരത്തെ തന്നെ ചെയ്യുന്നതാണോ അതോ ഇപ്പോൾ കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയിട്ട് ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു. സ്ഥിരമായിട്ട് ചെയ്തു വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ വഴക്കം എനിക്ക് വേണം. ഇത് അടിച്ചോണ്ട് വേണം പാടാൻ. ഇത് അടിക്കുന്നതിന് പ്രത്യേക സ്റ്റൈലൊക്കെയുണ്ട്. നീ പുള്ളിക്കാരി ചെയ്യുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ നോക്കുമ്പോൾ അവർ എന്തോ ചെയ്യുന്നുണ്ട്. ഹാ എന്നാ പോയി ചെയ്തോ, ടേക്ക് പോകാം വാ എന്ന് പറഞ്ഞു. പെട്ടെന്നായിരുന്നു. ഞാൻ റെഡിയായിട്ടില്ല. ഇവർ പാടുന്നത് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. 3 ടേക്കിനുള്ളിലാണ് ഞാൻ അത് പഠിച്ചതും ചെയ്തതും. ഇതിനിടെ കുറേ ചീത്തയൊക്കെ കേട്ടു. സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറയും, ഒന്നും കാര്യമാക്കേണ്ട. ആ സമയത്ത് വിഷമമായേക്കും, പക്ഷേ വിട്ടേക്കണം എന്ന്. അതുകൊണ്ട് ഞാൻ ആ സെറ്റിൽ അങ്ങനെ തന്നെ നിന്നു. പുറത്ത് വെറുതെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെന്നും മമിത പറയുന്നു. സൂര്യ സാറിന് ഓൾറെഡി അറിയാം ബാല സാർ എങ്ങനെയാണെന്ന്. അവർ ഒരുമിച്ച് മുന്നേയും വർക്ക് ചെയ്തിട്ടുള്ളതാണല്ലോ. അതുകൊണ്ട് അവർ തമ്മിലുള്ള റാപ്പോ രസകരമായിരുന്നു. പക്ഷേ നമ്മൾക്കിത് പുതിയ അനുഭവമാണല്ലോ എന്നാണ് മമിത പറയുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ്.